ഹായ് ഫ്രണ്ട്സ്, thajuskitchen എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു സ്പെഷ്യൽ ഉപ്പുമാവ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമുക്ക് ഈ ഉപ്പുമാവ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനൊന്ന് നന്നായി ചൂടായി വരട്ടെ. ഈ റവ കൊണ്ടാണ് ഉപ്പുമാവ് ചെയ്യുന്നത്. ഈ റവ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ റവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് നന്നായി മെൽറ്റായി വരട്ടെ. ബട്ടർ ഇപ്പോൾ ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ച റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഈ റവ മുഴുവനായും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് എടുത്താലും മതി. ഞാനിവിടെ ബട്ടർ എടുത്തേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ നെയ്യാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നെയ്യ് എടുത്താലും മതി. നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വന്നോട്ടെ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നു. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സബോളയുടെ പകുതി പൊടിയായി അരിഞ്ഞതാണിത്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കൊച്ചു കഷ്ണം ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി പൊടിയായി അരിഞ്ഞതാണ്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അത്രയും വെള്ളം ഉണ്ടെങ്കിൽ ഈ റവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ്. ഒന്നുകൂടെ തിള വന്നോട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് കഴിഞ്ഞ് ഇതൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ വറുത്ത് വെച്ച റവ മുഴുവനായും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, റവ ഇടുന്ന സമയത്ത് ഫ്ലെയിം വളരെ കുറഞ്ഞതിലിടണം. അല്ലെങ്കിൽ റവ പെട്ടെന്ന് കട്ടയായി പോവും, വെന്ത് കിട്ടത്തുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്.
ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ റവയുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പമാണ് ചെയ്യാൻ. വെജിറ്റബിൾസ് എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.